പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദേശ ഉപരിപഠനം അനിശ്ചിതത്വത്തിൽ. പഠനത്തിന് ധനസഹായം നൽകാനുള്ള ഉന്നതി വെബ്സൈറ്റിന്റെ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ ഒരു വർഷമായി വെബ്സൈറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള പണം സർക്കാർ നൽകുന്നില്ല. സേവനങ്ങൾ നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ വിദേശ പഠനമെന്ന സ്വപ്നമാണ് അനിശ്ചിതത്വത്തിലാകുന്നത്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, SC/ST വിദ്യാർത്ഥികളുടെ ഉന്നത പഠനമെന്ന സ്വപ്നമാണ് സർക്കാർ പാതി വഴിയിലാക്കുന്നത്. ആദ്യം ഈ വാർത്തയെക്കുറിച്ച്. കൃഷ്ണരാജ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഉന്നതി വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉന്നതി വെബ്സൈറ്റിന്റെ കരാർ ഏജൻസിക്ക് തുക നൽകുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ ഉന്നതി വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നതിയുടെ ഇത്തരം സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കുന്നത് ഈ വെബ്സൈറ്റ് മറ്റാർക്കോ അതിന്റെ ഉടമ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള വിവരവും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. 2023 ഒക്ടോബർ 10-ാം തീയതിയാണ് ഉന്നതി എന്ന പേരിൽ ഉന്നതിയുടെ സേവനങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സേവനങ്ങൾ നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അന്നത്തെ SC/ST വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയും കൂടി ആയിരുന്ന രാധാകൃഷ്ണൻ കൂടി ചേർന്നാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനമൊക്കെ നിർവഹിക്കുന്നത്. അതിനുശേഷം ഒരു വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് ഈ സേവനങ്ങൾ വഴി ആർക്കൊക്കെ എന്തൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉന്നതി പദ്ധതി വഴി ആരൊക്കെ സേവനങ്ങൾക്ക് അർഹരായിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ പദ്ധതി വഴി വിദേശ പഠനത്തിന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം സേവനങ്ങളാണ് ഇതുവഴി നൽകാൻ സാധിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഇതോടൊപ്പം നഷ്ടമാകുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിന് പണം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഡേറ്റകളൊന്നും ഇത്തരത്തിൽ വകുപ്പ് കൈമാറിയിരിക്കുക വകുപ്പിലേക്ക് കൈമാറിയിരിക്കില്ല. ആ രേഖകളാണ് ഇപ്പോൾ മിസ് അല്ലെങ്കിൽ കാണാതായിട്ടുള്ളത്. ആ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഉന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ല എന്നും അതോടൊപ്പം തന്നെ ആ വിവരങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ല എന്നും ഒക്കെ ബന്ധപ്പെട്ട പ്രശാന്ത് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് വന്ന വീഴ്ചകളൊക്കെ വലിയ രീതിയിലുള്ള വാർത്തയായതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. പ്രശാന്ത് ഇപ്പോൾ ഈ ഉന്നതി പദ്ധതിയുടെ ഡയറക്ടർ സ്ഥാനത്ത് ഇല്ല. നിലവിൽ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒഡേപെക് എന്ന ഏജൻസി വഴിയാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഏജൻസി നൽകിയ വിവരങ്ങളും ഉന്നതിയുടെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് 114 പേരാണ് ഇത്തരത്തിൽ വിദേശ പഠനവുമായി വിദേശ പഠനത്തിന് അർഹരായത്. അവർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിച്ചത്. അതിൽ 94ഓളം പേര് ഇപ്പോഴും വിദേശ പഠനത്തിൽ പോകാൻ സാധിക്കാതെ കേരളത്തിൽ തന്നെ തുടരുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ അപേക്ഷകൾ നൽകിയത് അല്ലെങ്കിൽ അപേക്ഷകൾ നൽകിയതിനു ശേഷമുള്ള സ്റ്റാറ്റസുകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തീരെ അനിശ്ചിതത്വത്തിലായ ഒരു അവസ്ഥയാണ്. ഏതാണ്ട് 1300 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ഈ ഉന്നതി പദ്ധതിക്ക് മാത്രമായിട്ട് മാറ്റിയത്. അതിൽ ഭൂരിഭാഗം പണവും പട്ടികജാതി പട്ടികവർഗ വിഭാഗ ഡയറക്ടറിലേക്ക് അയച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ തുകയൊക്കെ എവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ തുച്ഛമായ 1300 കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രം മതിയായിരിക്കും വെബ്സൈറ്റിന്റെ കരാർ ഏജൻസിക്ക് കൊടുക്കാനുള്ളത്. പക്ഷെ അതുപോലും കൊടുക്കാതെ പദ്ധതി ആകെ അവതാളത്തിലായ ഒരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു 3-4 മാസം കൂടിയുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ 94 അർഹതപ്പെട്ട 94 കുട്ടികൾക്കും ഫണ്ട് കൈമാറിയിട്ടില്ല എങ്കിൽ ആ ഫണ്ട് അല്ലെങ്കിൽ ഈ അനുവദിച്ച തുക ലാപ്സായി പോകുക. അതോടൊപ്പം തന്നെ ഈ അർഹതപ്പെട്ടവർ ഇവിടെ തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ വകുപ്പിലും അതോടൊപ്പം തന്നെ വകുപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഇതുപോലുള്ള ഗുണകരമാങ്ങിയുള്ള പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ അവസാനിക്കുന്നത്. ടിൻഡു, ഈ എല്ലാ കുട്ടികൾക്കും ഇവിടെ ഉന്നത പഠനം സാധ്യമാക്കാൻ തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടെന്ന് പലപ്പോഴായി വീമ്പിളക്കുന്ന സർക്കാരാണിത്. അർഹരായവർക്ക് പുറത്തുപോയി പഠിക്കാൻ പോലും അവസരമൊരുങ്ങുന്നില്ല എങ്കിൽ ഈ വീഴ്ചയെ അനാസ്ഥ എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഗുരുതരമായ അനാസ്ഥ. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദേശ ഉപരിപഠനം അനിശ്ചിതത്വത്തിലാകുന്നു. പഠനത്തിന് ധനസഹായം നൽകാനുള്ള ഉന്നതി വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ ഒരു വർഷമായി വെബ്സൈറ്റ് പ്രവർത്തനങ്ങൾക്കായുള്ള പണം സർക്കാർ നൽകുന്നില്ല. പക്ഷേ കോടികൾ അവരുടെ അക്കൗണ്ടിലേക്ക് സർക്കാരിന് ഈ അർഹരായ കുട്ടികളുടെ വിദേശ ഉപരിപഠനത്തിനായുള്ള തുക വരുന്നുണ്ട്. പക്ഷേ സൈറ്റിനുള്ള പണം കൊടുക്കുന്നില്ല. അങ്ങനെ കുട്ടികളുടെ സ്വപ്നം അനിശ്ചിതത്വത്തിലാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.